ആദ്യം ശ്രീ എം നൌഷാദ്, ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരം അത് ബി ജെ പി നേതൃത്വം നൽകുന്ന NDAയും UDFും തമ്മിലാണ് എന്നതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ബജറ്റിൽ ഉണ്ടായിട്ടുള്ള ഈ അവഗണന എന്നത് BJPക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ പറ്റുന്ന ഒരു വിഷയം എന്നതാണോ CPM കാണുന്നത്? നാളെ കരിദിനം ആചരിക്കുന്നു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരാനാണോ തീരുമാനം? അല്ല, തീർച്ചയായും ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല, ഇത് നാടിൻ്റെ പ്രശ്നമാണ്. കേരളം ഇന്ത്യയിലല്ലേ? പതിറ്റാണ്ടുകളായിട്ടുള്ള കേരളത്തിൻ്റെ ആവശ്യങ്ങളോടെല്ലാം തന്നെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എയിംസ് തത്വത്തിൽ അംഗീകരിച്ചു, ഉടൻ തന്നെ തരാം എന്ന് നിരവധി തവണ ആരോഗ്യമന്ത്രിക്ക് കത്തുൾപ്പെടെ അയച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇല്ല. നമ്മളിപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോർട്ട്, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടുകളിൽ ഒന്ന്. ആ വിഴിഞ്ഞം പോർട്ട് നിശ്ചയിച്ചതിനും 17 വർഷങ്ങൾക്ക് മുമ്പേ പൂർത്തിയാക്കപ്പെടുന്നു. അങ്ങനെ പൂർത്തിയാക്കപ്പെടുമ്പോൾ നാടിൻ്റെ വികസനം ആഗ്രഹിക്കുന്നവർ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്. പക്ഷേ നമുക്ക് ലഭിക്കേണ്ട ഗ്രാൻഡ് ലോണാക്കി മാറ്റി. അതാണ് BJP ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവിൽ അതിൻ്റെ 1ാം ഘട്ടം പൂർത്തീകരിച്ചു, 2ാം ഘട്ടം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. നാടിനല്ലേ, കാരണം രാഷ്ട്രീയമായി മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ പല വ്യത്യസ്ത ചേരികളിൽ നിന്ന് മത്സരിക്കും. പക്ഷെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഒരു കക്ഷിയുടെ പ്രതിനിധികളല്ല, നാടിൻ്റെ പ്രതിനിധികളാണ്. ജനത്തിൻ്റെ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ആരുടെയാണ്? മുഴുവൻ ഇന്ത്യക്കാരുടെയും പ്രൈം മിനിസ്റ്ററാണ്. എല്ലാവരെയും ഒന്നായി കാണുക എന്നുള്ളതാണ് ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്വം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വ്യത്യസ്ത ചേരികളിൽ മത്സരിക്കും. പക്ഷെ ആ തരത്തിൽ കാണാതെ കേരളത്തെ പാടെ അവഗണിക്കുക. ഇപ്പോൾ ശബരി പാത അതിനെങ്കിലും തരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അതിവേഗ റെയിൽ മോഹിപ്പിച്ചു. എയിംസ് വരും മറ്റേ മോനെ എന്നാണ് കേന്ദ്രമന്ത്രി പ്രതികരിച്ചത്. ഇപ്പോൾ തിരിച്ച് നമുക്ക് ചോദിക്കാനുള്ളത് എയിംസ് എവിടെ മറ്റേ മോനെ എന്നാണ്. തീർച്ചയായും കേരളത്തെ പാടെ, ഇത് മാത്രമല്ലല്ലോ, കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന നിലപാടുകളാണ് കേരളത്തിൻ്റെ കടമെടുപ്പ് അവകാശം പോലും ഇല്ലാതാക്കിക്കൊണ്ടുള്ള നിലപാടുകളാണ് കേന്ദ്രം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലവും വളരെ ബോധപൂർവം കേരളത്തെ ഇല്ലാതാക്കുക, ഞെക്കിക്കൊല്ലുക എന്ന സമീപനമാണ്. അവർ തരേണ്ടത് തരുന്നതുമില്ല, അവർക്ക് കേരളത്തിന് അർഹതപ്പെട്ടത്. എന്നാൽ നമുക്കിവിടെ നമ്മൾ GST കൊടുക്കുന്നില്ലേ? 1 രൂപ നമ്മൾ കേരളത്തിൽ നിന്നും കളക്ട് ചെയ്യുമ്പോൾ 23 പൈസയാണ് നമുക്ക് തിരിച്ചു തരുന്നത്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലും ഇപ്പോൾ UPക്ക് 1 രൂപ UP നിന്ന് കളക്ട് ചെയ്യുമ്പോൾ 1.89 അങ്ങോട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബീഹാർ പാക്കേജൊക്കെ നമ്മൾ കണ്ടതല്ലേ? കൊടുക്കണ്ട എന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല, എല്ലാവർക്കും കൊടുക്കണം. പക്ഷേ എന്തേ കേരളത്തിന് തരാത്തത്? അപ്പോൾ വളരെ ബോധപൂർവം കേരളീയരെ ബുദ്ധിമുട്ടിക്കുക, ഇന്ത്യയെ ഒന്നായി കാണുക എന്ന സമീപനം അവർക്കില്ല. കേരളീയരോടുള്ള വിദ്വേഷം അത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന തലങ്ങളിലെല്ലാം സംഘപരിവാർ BJP ഗവൺമെൻറ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് അഭികാമ്യമാണോ ഇല്ലയെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കും. ആ പരാതി ഇന്നലെ ബജറ്റ് അവതരണം മുതൽ നമ്മൾ പറയുന്നതാണ്. ശ്രീ എം നൌഷാദ്, നോക്കൂ, ഇന്ന് അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. റെയിൽവേ വിഹിതം എന്ന് പറയുന്നത് 3795 കോടി രൂപയായി കേരളത്തിന്റെ വിഹിതം ഉയർത്തിയിട്ടുണ്ട്. ഇതുവരെ കിട്ടാത്ത അലോക്കേഷനാണ് ഇത് എന്നതാണ് അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, ഈ അങ്കമാലി ശബരി പാതയ്ക്കായി സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അത് കേന്ദ്രത്തിന്റെ ഇനിഷ്യേറ്റീവിലാണ് അത്തരം നടപടികൾ നടക്കുന്നത് എന്നതുകൂടി പറയുന്നു. അത്തരം ഒരു വിശദീകരണം റെയിൽവേ മന്ത്രി നൽകുമ്പോൾ അതിൽ നിങ്ങൾ തൃപ്തരാണോ? അല്ല, അതങ്ങനെ വിശദീകരണം നൽകിയാൽ മതിയോ? ബഡ്ജറ്റ് പ്രസംഗത്തിൽ വേണ്ടേ? ഇനി ബഡ്ജറ്റ് ചർച്ച കഴിഞ്ഞിട്ടുള്ള മറുപടി പ്രസംഗത്തിലായിക്കോട്ടെ. ഞാൻ പറഞ്ഞത്, മന്ത്രി വെളിയിൽ വന്നിട്ട് എന്തിനാണ് വിശദീകരിക്കുന്നത്? ആ ബഡ്ജറ്റിൽ തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ? അത് ഡോക്യുമെൻ്റാണ്.
വെളിയിൽ നടത്തുന്നത് സ്റ്റേറ്റ്മെൻ്റാണ്. ഡോക്യുമെൻറ്റും സ്റ്റേറ്റ്മെൻറ്റും രണ്ടും രണ്ടാണ്. ഹൗസിനകത്തല്ലല്ലോ നടത്തിയത്, വെളിയിൽ പത്രസമ്മേളനം നടത്തി എന്തും പറയാം. അത് ഇവരുടെ ഒരു തന്ത്രം തന്നെയാണ്. ഒന്ന് പറയുക, മറ്റൊന്ന് പ്രവർത്തിക്കുക. ഇവിടെ നേരത്തെ ഇപ്പോൾ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചത് എന്താണ്? പ്രധാനമന്ത്രി വരും, ബ്ലൂ പ്രിൻ്റ് ആയിട്ടൊക്കെ വരും. ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ജനങ്ങളെ പറ്റിക്കുന്ന നിലപാടാണ് ഇത്. അതുമാത്രമല്ല, നിങ്ങൾ വിട്ടുപോയൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണല്ലോ നമ്മളുടെ ഈ തൊഴിലുറപ്പ് പദ്ധതി. എന്താണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ ബഡ്ജറ്റിൻ്റെ അവസ്ഥ? ഞാൻ പറഞ്ഞ 88,000 കോടി രൂപയായിരുന്നു കഴിഞ്ഞ തവണ ബഡ്ജറ്റിൽ വെച്ചിരുന്നത്. എന്നിട്ട് ഇപ്പോൾ അത് കേന്ദ്ര പദ്ധതിയാണ്. അതിനെ കേന്ദ്ര സംസ്ഥാന പദ്ധതിയാക്കി അങ്ങ് മാറ്റി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടടിയാണ്. നമുക്ക് തരാനുള്ള വിഹിതം കുറയ്ക്കുക, എന്നിട്ട് കേന്ദ്ര പദ്ധതികളിൽ നമ്മൾ ഇടേണ്ട ഷെയർ വർദ്ധിപ്പിക്കുക. ആ തരത്തിൽ ആ തൊഴിലുറപ്പ് പദ്ധതിയെ അങ്ങനെ ആക്കിയിട്ട് അത് 58,000 കോടി രൂപയാണ്. 88-ൽ 58,000 കോടി രൂപയാണ് ആ ഒരൊറ്റ ഏറ്റവും ഇന്ത്യ ആകെ ഉള്ള തൊഴിലുറപ്പ് പദ്ധതി. കാരണം ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ്. ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് പ്രത്യേകിച്ചും സ്ത്രീ തൊഴിലാളികൾക്ക് വളരെയേറെ പ്രയോജനകരമായ ആ പദ്ധതിയാണ്. അതിനെ കൊല്ലുകയാണ്. വെറും 30,000 കോടിയേ വെച്ചിട്ടുള്ളൂ. ഇന്ത്യ ഒട്ടാകെ 30,000 കോടി രൂപ. എത്ര തൊഴിൽ ദിനം നൽകാൻ പറ്റും? എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും? അപ്പം ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ഗവൺമെൻറ് പിന്മാറുകയാണ്. അതേസമയം നിങ്ങൾ ഇവിടെ കേരളത്തിലൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ. ഇവിടെ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം വർദ്ധിപ്പിക്കുകയാണ്. പെൻഷൻ വർദ്ധിപ്പിക്കുന്നു, പുതിയ മേഖലകളിലേക്ക് പെൻഷൻ വ്യാപിപ്പിക്കുന്നു, നിലവിലുള്ള പെൻഷൻ വർദ്ധിപ്പിക്കുന്നു, ഓണറേറിയം വർദ്ധിപ്പിക്കുന്നു. ഇവിടെ ആശാമാരുടെ സമരം നടന്നു. അവിടെ ചെന്ന് പാട്ടൊക്കെ പാടിയിട്ട് പോയ കേന്ദ്രമന്ത്രിയെ കാണാനേ ഇല്ല, പ്രതികരണത്തിനില്ല. കേരളത്തിൽ വന്നിട്ട് പറയാം. ഇനി പുതിയ തിരക്കഥ സിനിമാ മേഖലയായതുകൊണ്ട് പുതിയ തിരക്കഥയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ ആയിരിക്കാം. ഇവിടെ ആശാപ്രവർത്തകർ ഇവിടെ ഈ 6 മാസത്തിനുള്ളിൽ കേരള ഗവൺമെൻറ് ഇപ്പോൾ 2,000 രൂപ വർദ്ധിപ്പിച്ചു. 2,000 രൂപ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ 9,000 രൂപ അവർക്ക് ഓണറേറിയമായി ലഭിക്കുന്നത്. മറ്റ് ഇൻസെൻറ്റീവ് കേന്ദ്രവിഹിതം ഒക്കെ അല്ലാതെ ലഭിക്കുന്നത്. ഇന്ത്യയിൽ ഇത്രയും വേതനം ലഭിക്കുന്ന ആശാപ്രവർത്തകർ മറ്റൊരു സ്റ്റേറ്റിലും ഇല്ല. ശരി, അതാണ് ചൂണ്ടിക്കാട്ടാനുള്ളത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഉല്ലാസ് ബാബു നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഉല്ലാസ് ബാബു, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.